ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അണിയറയിൽ നിന്ന് ഏറെ ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ പല താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ സീസണിൽ കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് മറ്റാരെയുമല്ല, അതെ, അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി. അനുമോളുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാനേ കണ്ടുള്ളൂ. അതെ, അനുമോളുടെ കരച്ചിൽ സ്ട്രാറ്റജി പലതരത്തിലുള്ള അവഹേളനങ്ങൾ നേരിടുമ്പോഴും വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് വോട്ടിംഗിൽ 1-ാം നമ്പറിൽ എതിരാളികളില്ലാതെ സഞ്ചരിക്കാൻ അനുമോൾക്ക് ഏറെ സഹായകമായിരിക്കുന്നു. അനുമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സീസണിൽ തനിക്ക് മുകളിൽ ഒരു എതിരാളി വരാതിരിക്കാൻ തക്കവണ്ണമുള്ള എല്ലാവിധ സ്ട്രാറ്റജിയും അനുമോൾ ഇതിനോടകം തന്നെ പുറത്തെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലാലേട്ട അനുമോളെ ശകാരിച്ച ആ ഒരു രാത്രിയിൽ സോഷ്യൽ മീഡിയ കുലുങ്ങുകയായിരുന്നു. അനുമോളുടെ ആർമിയുടെ ശക്തി എന്താണെന്ന് ഒരുപക്ഷെ ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടീം അംഗങ്ങളും ലാലേട്ടനടക്കം മനസ്സിലായി. ലാലേട്ടന്റെ സിനിമ ബഹിഷ്കരിക്കുക, ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, ബിഗ് ബോസ് ഉടമയുടെ ഭാര്യയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അശ്ലീല സന്ദേശം അയക്കുക, അത്തരത്തിലുള്ള പലവിധമായ ആഹ്വാനങ്ങൾ അനുമോൾ ആർമി നടത്തിയിരിക്കുന്നു. അതിലൊന്നും അനുമോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോൾ അതിന്റെ ഒന്നും ഭാഗവാക്കല്ല. എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി എതിരാളികളില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ ഒരു അവസരത്തിൽ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ചില പ്രമുഖ താരങ്ങൾ അനുമോൾക്കെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേ, മറ്റാരുമല്ല, പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും നഴ്സും ഒപ്പം തന്നെ ഫാമിലി ബ്ലോഗറും ബിഗ് ബോസ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു വന്നതുമായ നമ്മുടെ പ്രമുഖ താരം രേണു സുധി ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അതായത് അനുമോളെ, സാക്ഷാൽ അനുമോളെ ഇത്രയും അധികം പ്രേക്ഷക പിന്തുണയോടുകൂടി കപ്പുറപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുമോളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ മത്സരാർത്ഥി അനുമോൾ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു വലിയ ഗജ ഫ്രോഡാണെന്നുള്ള വെളിപ്പെടുത്തലും നടത്തിയിരിക്കുന്നു. ആദ്യം തന്നെ പ്രമുഖ നടിയിലേക്ക് പോവുകയാണെങ്കിൽ, പ്രമുഖ നടി നമുക്കറിയാം, ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. 5 സ്റ്റാറിന്റെ അംബാസിഡറായി മാറിയതിനു ശേഷം പ്രമുഖ നടി വീട്ടിലേക്കുള്ള യാത്രയിലാണ്. വളരെ ക്ഷീണിതയാണ്. എന്തൊക്കെയോ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? കേക്കട്ടെ. ഇറങ്ങിയതിനു ശേഷം ഫസ്റ്റ് വിളിച്ചത് ആരെയാ? ഇറങ്ങിയതിന് ശേഷം ഫോണ് കയ്യിൽ കിട്ടിയപ്പോ ആദ്യം വിളിച്ചത് ആരെയാ? ഫസ്റ്റ് വിളിച്ചത് എന്താണ് പ്രമുഖ താരം പറയാൻ മടിക്കുന്നത്? ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. എ, തങ്കപ്പൻ ചേട്ടൻ, ബി, കിച്ചു, സി, ദാസേട്ടൻ കോഴിക്കോട്, ഡി, നോബിൾ ബിഷപ്പ്, ഇ, താജ് പത്തനംതിട്ട, എഫ് ആരാണ്? അതെ, ഫിറോസ്, ബിൽഡൽ ഫിറോസ്. ഡി ആരാണ്? മറ്റാരുമല്ല, പ്രതീഷ്. ഇവരിൽ ആരെയാണ് വിളിച്ചത്? പറയൂ. ചേച്ചിനെ. എന്താ പറഞ്ഞു ചേച്ചിനോട്? ഞാൻ ഇറങ്ങിയെന്ന് അവരപ്പോ ചിരിച്ചിട്ട് പറഞ്ഞു, വേഗത്ത് വാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാരും വെയിറ്റിംഗ് ആണ്. ആവോ അറിയില്ല, ചേച്ചി പോയി കാണും, ഡ്യൂട്ടിക്ക് പോയി കാണും. മോൻ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഋതപ്പൻ അമ്മ അറിഞ്ഞു. മോന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കണ്ടു നോക്കാം. അതെ, പ്രമുഖ താരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ മകൻ ഋതപ്പനെ കാണാൻ വേണ്ടി ബിഗ് ബോസ് പോലും ഉപേക്ഷിച്ച് വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അതിനിടയിൽ പ്രമുഖ താരം പങ്കുവെക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ സീസണിൽ ആര് ജയിക്കും, അതായത് എതിരാളികളില്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയാണ് അനുമോൾ. എന്നാൽ അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ തള്ളിക്കളയുന്ന പ്രമുഖ നടിയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അനീസ് അതെന്തുകൊണ്ടാ? ആരിപ്പോ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? അനുമോളൊക്കെ അതാണ്, ഈ സീസണിൽ ആര് കപ്പടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായും സംശയമൊന്നുമില്ലാതെ തന്നെ അനീഷ് കപ്പടിക്കുമെന്നാണ് നമ്മുടെ പ്രമുഖ താരം പറയുന്നത്.
അനുമോൾ കപ്പടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നുള്ള ഒരു മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അനുമോൾക്ക് വിന്നറാവാൻ യോഗ്യതയില്ലെന്ന് പ്രമുഖ താരം വിലയിരുത്തുന്നത്? പ്രമുഖ താരത്തിന് പിന്നാലെ വന്ന മറ്റൊരു പ്രമുഖ താരം, നമുക്കറിയാം ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ വളരെ സ്റ്റേബിളായി കൺസിസ്റ്റന്റ് ആയി ഒരു മരവാഴയായി തന്നെ നിലകൊണ്ട നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശൈത്യ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി. ശൈത്യക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. എന്താ ശൈത്യ പറയാനുള്ളത്? താങ്കൾ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കട്ടപ്പയാണെന്നാണല്ലോ പരക്കെ അറിയപ്പെടുന്നത്. പിന്നിൽ നിന്ന് കുത്താറുണ്ടോ? അതുപോലെ തന്നെ അനുമോള് പറയണ്ടായി ശൈത്യം പിന്നിൽ നിന്ന് കുത്തിന്ന് പറയണ്ടായി. അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നതെന്നുള്ളത്. ഈ ദിവസങ്ങളിൽ മനസ്സിലാവും. അനുമോള് ഡ്രാമ കളിക്കാന്ന് ഏത് ചോറുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആക്ച്വലി ആ ഒരു വ്യക്തിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരും. ശൈത്യക്ക് പറയാനുള്ളത് പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാണെന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും. അനുമോളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ കണ്ടതാണ് കൺഫെഷൻ റൂമിൽ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്ന അനുമോളെയും ശൈത്യയും. എന്നാൽ നിമിഷ നേരത്തിനുള്ളിൽ ശൈത്യ പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും കട്ടപ്പയായിരിക്കുന്നു. അനുമോളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അനുമോൾ ഒരു ഗജപ്രോഡാണെന്നും അനുമോളുടെ കള്ളക്കളികൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും ഉറച്ച വിശ്വാസത്തിലാണ് ശൈത്യ മടങ്ങിപ്പോകുന്നത്. അല്ല, ശൈത്യ കാമക്കടുവയായി മാറിയെന്ന് പറയുന്ന ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു ഡിങ്കോൾഫിക്കേഷനെ കുറിച്ച് താങ്കൾ എന്തെങ്കിലും കണ്ടിരുന്ന? നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ. അനുമോള് പറഞ്ഞ പോലത്തെ പ്രശ്നം ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അനുമോള് കള്ളത്തരം പറഞ്ഞോ? അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു വെളിപ്പെടുത്തലും കൂടി നടത്തിയിരിക്കുകയാണ്. താൻ ഒന്നും കണ്ടിട്ടില്ല, അനുമോൾ മാത്രമാണ് കണ്ടത്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രം എന്ന നിലപാടിൽ അനുമോൾ ഉറച്ചു നിന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അനുമോളിന്റെ ഉറ്റ സുഹൃത്തായ ശൈത്യ അത്തരമൊരു വാദഗതി നിഷേധിക്കുകയാണ്. നമുക്കറിയാം, കുടുംബ പ്രേക്ഷകർ ഈ സീസണിൽ അനുമോളെ നെഞ്ചിലേറ്റാനുള്ള പ്രധാന കാരണം സദാചാര മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും കാമക്കടുവയായി മാറാൻ ശ്രമിച്ച ആര്യനെയും ജിസലിനെയും മുളയിലെ നുള്ളാൻ ശ്രമിച്ചതും കുടുംബ പ്രേക്ഷകരെ ഏറെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം അനീഷിനെ പോലുള്ള മത്സരാർത്ഥികൾ അനുമോളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്, പ്രമുഖ മത്സരാർത്ഥിയായ അഖിൽ മാരാറും സംഘവും എന്തോ പ്രമോഷന്റെ ഭാഗമായാണെന്ന് പറയുന്നു. ഇനി ചലഞ്ചറായിട്ട് വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. അഖിൽ മാരാർ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി അനുമോളെ കുറിച്ചുള്ള ഈ ഗുരുതര ആരോപണങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. പ്രമുഖ നടിയുടെ ഈ ഒരു പ്രസ്താവന, അഡ്വക്കേറ്റ് ശൈത്യ നടത്തിയ ഈ ആരോപണങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബൈ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. കൃഷ്ണ